നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അരുത്, ചെയ്യല്ലേ. ഭർത്താവ് പത്മരാജൻ ആ കാറിൻ്റെ സൈഡിലേക്ക് വാനിടിപ്പിച്ച് നിർത്തി പെട്രോൾ എടുത്ത് കാറിനകത്തേക്ക് ഒഴിച്ച് തീ കത്തിക്കുമ്പോൾ അവസാനമായി ഉയർന്ന ആ സ്ത്രീയുടെ നിലവിളി, ഇല്ല നിനക്കിനി മാപ്പില്ല. അയാൾ ആവർത്തിച്ച് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കാറിലേക്ക് പെട്രോൾ വീണു, തീ ആളിപ്പടർന്നു, പിന്നെയെല്ലാം കത്തിയമർന്നു. അനിലെ വകവരുത്താൻ അയാൾ നേരത്തെ തന്നെ നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. ഇന്നലെ വൈകിട്ട് 4 മണിയോടെ കൊല്ലം തഴുത്തലയിലെ പുതിയ പെട്രോൾ പമ്പിൽ നിന്ന് പത്മരാജൻ 300 രൂപയുടെ പെട്രോൾ വാങ്ങി. ഇത് പിന്നീട് ബക്കറ്റിലാക്കി തൻ്റെ വാനിൻ്റെ മുൻസീറ്റിനരികിൽ വെച്ചു. വാനിൽ അയാൾ 200 രൂപയ്ക്ക് പെട്രോൾ നിറച്ചു. നായേഴ്സ് ജംഗ്ഷനിലെ തൻ്റെ ബേക്കറി അടച്ചതിനു ശേഷം അനില കാറിൽ മടങ്ങുന്നത് നിരീക്ഷിച്ച് ഇയാൾ വാനിൽ തൊട്ടടുത്തു തന്നെ ഇരുന്നു. അനില തുടങ്ങിയ പുതിയ ബേക്കറിയിലെ പണം നിക്ഷേപിച്ച പട്ടത്താനം സ്വദേശി ഹനീഷ് ലാൽ കാറിൽ അനിലയ്ക്കൊപ്പമുണ്ടാകുമെന്നാണ് പത്മരാജൻ കരുതിയത്. രണ്ടുപേരെയും വകവരുത്തണം. ഭാര്യ അനില തുടങ്ങിയ ബേക്കറിയിൽ ഹനീഷ് പണം മുടക്കിയിരിക്കുന്നു. ഇയാൾ ബേക്കറിയിൽ വരുന്നത് ഇഷ്ടപ്പെടാതിരുന്ന പത്മരാജൻ പലതവണ അനിലയെ വിലക്കി. തുടർന്ന് അനിലയുമായി പലതവണ വഴക്കുണ്ടാക്കി. ഇതിനെ തുടർന്നാണ് അനില ചെമ്മാൻമുക്കിനു സമീപം ഒരു വീട് വാടകയ്ക്കെടുത്ത് താമസം തുടങ്ങിയത്. ഭർത്താവുമായി പിണങ്ങിപ്പിരിഞ്ഞ്, ഹനീഷ് മുടക്കിയ പണം ഞാൻ തിരികെ കൊടുക്കാം, അവനുമായി ഇനി ചങ്ങാത്തമരുത്, നീ തിരികെ എൻ്റെ വീട്ടിലേക്ക് വരണം, പത്മരാജൻ തുടർച്ചയായി അനിലയോട് ആവശ്യപ്പെട്ടു. ഒടുവിൽ വാടകയ്ക്കെടുത്ത വീടൊഴിഞ്ഞ് അനില പത്മരാജനൊപ്പം താമസിക്കാൻ തീരുമാനിച്ചുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷെ പക മനസ്സിൽ കരുതിയ പത്മരാജൻ കൊല ആസൂത്രണം ചെയ്തു. കൊല്ലം ചെമ്മാമുക്കിനു സമീപം 2 വാഹനങ്ങൾ നിന്ന് കത്തുന്നതാണ് നാട്ടുകാർ കാണുന്നത്. ഓടിയെടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും തീ ആളിപ്പടർന്നു. കാറിന്റെ മുൻസീറ്റിൽ ഒരു സ്ത്രീ ജീവന് വേണ്ടി പിടയുന്നു. ഇടതുവശത്തെ സീറ്റിൽ നിന്ന് ഇറങ്ങിയോടിയാൽ ദൂരെ നിന്ന് ഫോണിൽ ആരെയൊക്കെയോ വിളിച്ചു കരയുന്നു. നിമിഷങ്ങൾക്കകം എല്ലാം കഴിഞ്ഞു. ചെമ്മാൻമുക്ക് ജംഗ്ഷനിലേക്ക് കാർ മുൻപിലും വാൻ പിറകിലുമായി വരികയായിരുന്നു. പെട്ടെന്ന് വാനിൻ്റെ ഇടതുവശം കാറിൻ്റെ വലതുവശത്തെ ഡോർ ലക്ഷ്യമാക്കി ചെന്നിടിച്ചു നിർത്തി. ഇതിനുശേഷം വാനിലിരുന്നയാൾ പെട്ടെന്ന് പുറത്തേക്ക് ചാടി ബക്കറ്റ് പോലുള്ള എന്തോ ഒന്നിൽ കരുതിയിരുന്ന പെട്രോൾ വാഹനത്തിനുള്ളിലേക്ക് ഒഴിച്ചു. അതിനു മുൻപ് ആ കാറിൻ്റെ ഗ്ലാസ് അയാൾ കൈകൊണ്ട് തകർത്തിരുന്നു. പെട്രോൾ ഉള്ളിലേക്കൊഴിച്ച് അയാൾ തീ കൊളുത്തി. അതിനുശേഷമാണ് അയാൾ ഓടിപ്പോയത്. ഇതേസമയം കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ നിന്ന് മറ്റൊരാൾ ദേഹത്ത് തീയുമായി പുറത്തേക്ക് ചാടുന്നു. നാട്ടുകാർ ഓടിച്ചെന്ന് കാറിൻ്റെ ഡോർ തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ഉടൻ തന്നെ കാറിൽ നിന്ന് പൊട്ടിത്തെറി. 3 തവണ കാറിൽ നിന്ന് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ടുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. പിന്നീട് കാറിൻ്റെ ഡോർ തുറന്നപ്പോഴേക്കും പൂർണ്ണമായി കത്തിയ നിലയിൽ ഒരാൾ താഴേക്ക് വീഴുന്നു. അപ്പോൾ ഫയർഫോഴ്സ്, പോലീസ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരൊക്കെ അവിടെ എത്തിച്ചേർന്നു. 2 പേരെ കൊലപ്പെടുത്താനാണ് താൻ പദ്ധതിയിട്ടത് എന്ന് പത്മരാജൻ പോലീസിനോട് പറഞ്ഞു. അനിലെ ആരംഭിച്ച ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി പട്ടിത്താനം സ്വദേശി ഹനീഷ് ലാലിനെയും കൊലപാതകത്തിന് ശേഷം ജയിലിൽ പോകാൻ തീരുമാനമെടുത്തതിനു ശേഷമാണ് കൊലപാതകത്തിന് താൻ ശ്രമിച്ചത് എന്ന് പോലീസിനോട് ഒരു കൂസലുമില്ലാതെ പത്മരാജൻ പറഞ്ഞു. എന്നാൽ കാറിൽ അനിലയ്ക്കൊപ്പം ഹനീഷ് ലാലായിരിക്കും ഉണ്ടാകുന്നത് എന്ന പത്മരാജന്റെ കണക്കുകൂട്ടൽ തെറ്റി. അനിലയുടെ കാറിൽ ഹനീഷ് ലാലിനെ ചില ദിവസങ്ങളിൽ പത്മരാജൻ കണ്ടിരുന്നു. ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ മാത്രമല്ല, അനിലയ്ക്ക് ഏറ്റവും ചങ്ങാത്തമുള്ളയാൾ എന്ന നിലയിൽ തന്നെയാണ് ഹനീഷ് ലാലിനോട് പത്മരാജന് പക. ഹനീഷ് ലാലുമായി അനില പുലർത്തിയ ബന്ധത്തെക്കുറിച്ച് ഇരുവരും തമ്മിൽ പലപ്പോഴും വഴക്കിടാറുണ്ടായിരുന്നു. ഹനീഷ് ലാലിന്റെ പണം തിരികെ കൊടുത്ത് ബേക്കറിയിലെ അവകാശം ഒഴിവാക്കണമെന്നതായിരുന്നു പത്മരാജന്റെ ആവശ്യം. ഹനീഷ് ലാലിന്റെ പേരിൽ അനിലയുമായി മാനസികമായി ഏറെ അകന്നിരുന്നു പത്മരാജൻ. ഒടുവിൽ കൊട്ടിയത്ത് വച്ച് നടന്ന മധ്യസ്ഥ ചർച്ച ബേക്കറിയുടെ മുതൽ മുടക്ക് 90% അനിലയുടേതായിരുന്നു എന്ന് അനില സമ്മതിച്ചു. ശക്തമായി തീ കത്തുന്ന വാഹനത്തിലേക്ക് അഗ്നിരക്ഷാസേനാ സംഘം വെള്ളം ഒഴിച്ചപ്പോഴാണ് കാറിന്റെ മുൻസീറ്റിൽ ആളെ കാണുന്നത്. ഇതിനിടെ തീപ്പൊള്ളലേറ്റ ഒരാളെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു. ചെമ്മാൻമുക്ക് പോളയത്തോട് റോഡ് പൂർണ്ണമായും ആളുകളും വാഹനങ്ങൾ കൊണ്ടും നിറഞ്ഞു. വന്നവരെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് സംഭവമെന്ന് ചോദിച്ചു. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. ചിലർ പറഞ്ഞു റോഡിന് നടുവിലായി 2 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് കത്തിയതാണെന്ന്. ഭാര്യയ്ക്ക് ബിസിനസ് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഭർത്താവിന് തോന്നിയ സംശയങ്ങളാണ് കൊല്ലം നഗരത്തെ ഞെട്ടിച്ച ഈ ക്രൂര കൊലപാതകം. ഭാര്യയ്ക്ക് ഹനീഷ് ലാലുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് പത്മരാജൻ വിശ്വസിച്ചു. നവംബർ 6-നാണ് നിള എന്ന പേരിൽ അനില ഒരു ബേക്കറി തുടങ്ങിയത്.
ഇതിന് പത്മരാജന് 35,000-ഓളം രൂപ മുടക്കി. എന്നാൽ അതിനിടയിൽ പട്ടിത്താനം സ്വദേശി ഹനീഷ് ലാൽ പണം മുടക്കി അനിലയുടെ സൗഹൃദത്തിലേക്ക് കടന്നുവന്നു. ഹനീഷ് 1,49,000 രൂപയാണ് ഈ ബേക്കറിക്കായി മുടക്കിയത്. 90% പണവും അനിലയുടേത്. പിന്നീട് അനിലയുടെ കാറിൽ പല ദിവസങ്ങളിലും ഹനീഷ് ലാലിനെ പത്മരാജൻ കാണുന്നു. ഹനീഷ് ലാലുമായി അനില പുലർത്തിയ ബന്ധത്തെ ചൊല്ലി പത്മരാജൻ അസ്വസ്ഥനായി. തുടർന്ന് ഇരുവർക്കുമിടയിൽ വലിയ വഴക്കുകൾ. ഹനീഷ് ലാൽ പതിവായി ബേക്കറിയിലെത്തുന്നത് പത്മരാജൻ ചോദ്യം ചെയ്തു. ഒടുവിൽ ഹനീഷും പത്മരാജനും തമ്മിൽ നടന്ന ഒരടിപിടി. ഇതിന് സാക്ഷിയായത് അനില. എന്നാൽ ഭർത്താവിനെ ഒന്ന് രക്ഷിക്കാനോ പിടിച്ചുമാറ്റാനോ അനില ശ്രമിച്ചില്ല. വേണമെങ്കിൽ 2 പത്മരാജന് കിട്ടിക്കോട്ടെ എന്ന ഭാവമായിരുന്നു അനിലയ്ക്ക്. ഹനീഷ് ലാൽ അന്ന് പത്മരാജനെ ക്രൂരമായി മർദ്ദിച്ചു. ഇതിനെ തുടർന്ന് ദിവസങ്ങളോളം വീട്ടിലേക്ക് പോകാതിരുന്ന അനില ഏറെ മാനസികമായി തകർന്നിരുന്നു. ഇതിനിടയിൽ പത്മരാജൻ ഒടുവിൽ കൊട്ടിയത്ത് പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ ഹനീഷ് ലാലിനെ ഒഴിവാക്കണമെന്ന് നാട്ടുകാർ അനിലയോട് ആവശ്യപ്പെട്ടു. ഇതിനു വേണ്ട 1,49,000 രൂപ പത്മരാജനോട് കൊടുത്തു തീർക്കാനും ആവശ്യപ്പെട്ടു. എന്നാൽ 1,49,000 രൂപ കൊടുത്ത് ഹനീഷ് ലാലിനെ ഒഴിവാക്കുന്നതിന് പകരം രണ്ടുപേരെയും 300 രൂപ മുടക്കി പെട്രോൾ വാങ്ങി കത്തിച്ചു കളയാനാണ് പത്മരാജൻ തീരുമാനിച്ചത്. ബേക്കറിയിലെ ജീവനക്കാരനായ കൊട്ടിയ പുല്ലിച്ചിറ സിമി നിവാസിൽ സോണിയാണ് കാറിലുണ്ടായിരുന്നത്. ഇയാളുടെ പ്രായം 39 വയസ്സ്. ബേക്കറി അടച്ച് അനില കാറിൽ മടങ്ങി വരുമ്പോൾ സോണിയെ ഒപ്പം കൂട്ടി. ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കാറിൽ കുടുങ്ങിയ അനില ഒടുവിൽ പൊള്ളലേറ്റ് തൽക്ഷണം മരിക്കുന്നു. പൊള്ളലേറ്റ് കാറിൽ നിന്നിറങ്ങി ഓടിയ സോണിയെ ആശുപത്രിയിലേക്ക് മാറ്റി. ഹനീഷ് ലാലിനെ ലക്ഷ്യമിട്ടു. പക്ഷെ കാറിൽ കുടുങ്ങിയത് സോണി എന്ന ഒരു നിരപരാധി. അനിലയ്ക്കൊപ്പം ഹനീഷ് ലാൽ ഒപ്പമുണ്ടാകുക പതിവാണ്. എന്നാൽ ഇന്നലെ ഈ കാറിന് പിന്നാലെ ഒരു ബൈക്കിൽ വരികയായിരുന്നു ഹനീഷ് ലാൽ. ഭാര്യയെ കൊലപ്പെടുത്തിയതിൽ ഒരുവിധ മാനസിക വിഷമവുമില്ല. 14 വയസ്സുള്ള മകളെ ഓർത്ത് മാത്രമാണ് തനിക്ക് വിഷമമെന്ന് ഇന്നലെ പത്മരാജൻ പോലീസിനോട് പറഞ്ഞു. ഹനീഷുമായുള്ള സൗഹൃദം അവസാനിപ്പിച്ച് തനിക്കൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ പലവട്ടം താൻ അനിലയോട് പറഞ്ഞതാണ്. മകളെ ഓർത്തെങ്കിലും എനിക്കൊപ്പം ഒന്ന് താമസിച്ചുകൂടെ എന്ന് ഞാൻ കെഞ്ചി ചോദിച്ചതാണ്. എന്നാൽ ഇതൊന്നും അനില കൂട്ടാക്കിയില്ല. അവൾക്ക് വലുത് ഹനീഷ് ലാൽ ആയിരുന്നു. ഭാര്യയുടെ മുന്നിൽ വെച്ച് ഹനീഷ് ലാൽ തന്നെ മർദ്ദിച്ചപ്പോഴും തന്നെ രക്ഷിക്കാൻ ഒരു ചെറു ശ്രമം പോലും അനില നടത്തിയില്ല. ഇത് തനിക്ക് വളരെ മാനസിക പ്രയാസമുണ്ടാക്കി. അന്നേ നിശ്ചയിച്ചതാണ് രണ്ടുപേരെയും കൊന്നുകളയാൻ. ഹനീഷ് ലാലിന്റെ അടുക്കൽ നിന്ന് തനിക്ക് മർദ്ദനമേറ്റ പാടുകളൊക്കെ ഇന്നലെ പോലീസിനെ ഇയാൾ കാട്ടിക്കൊടുത്തു. ഒരു കൂസലുമില്ലാതെ പോലീസ് സ്റ്റേഷനിലിരിക്കുന്ന പത്മരാജൻ. പരിക്കേറ്റ പത്മരാജൻ പിന്നീട് ഒരു ഓട്ടോറിക്ഷയിൽ കയറി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. കേറ്ററിംഗ് ബിസിനസ് ചെയ്യുന്ന പത്മരാജന്റെ 2ാം വിവാഹമാണിത്. ആക്രമണം മുൻകൂട്ടി പ്ലാൻ ചെയ്ത പത്മരാജൻ കാറുമായി അനില വരുന്നതും നിരീക്ഷിച്ചിരിക്കുകയായിരുന്നു എന്ന് പോലീസ് വിശദീകരിച്ചു. ഒരു നാടിനെ നടുക്കിയ ക്രൂര കൊലപാതകം. സംഭവം നേരിൽ കണ്ട 2 ചെറുപ്പക്കാരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും ഒക്കെ വിവരമറിയിച്ചത്. പത്മരാജന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഓപ്നി വാൻ. മൃതദേഹം പിന്നീട് മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.